ലിജീഷ്, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രശ്നമെന്ന് ഞാൻ നേരത്തെ ചോദിച്ച അതേ കാര്യം തന്നെയാണ്. ഈ 144 പേര് ഇപ്പോൾ പോലീസിൽ തിരിച്ചെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ എത്ര പേർ തിരിച്ചെത്തിയിട്ടുണ്ട്, അവരെന്തെല്ലാം കാരണം കൊണ്ട് തിരിച്ചെത്തി എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അത് സാധിക്കുന്നില്ല. അപ്പോൾ നടപടി എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഈ തിരിച്ചെത്തുന്ന ആൾക്കാർക്കെതിരെയൊക്കെ അന്നത് പിരിച്ചുവിട്ടതല്ല, അത് സസ്പെൻഷനായിരുന്നു, ഇൻക്രിമെൻ്റ് തടയലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയുവാനും ന്യായീകരണങ്ങൾ നിരത്തുവാനുമാണ് ശ്രമമെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ബാക്കി. ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം മറുപടി നൽകും. ഷാഫിയും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്നല്ലേ ശ്രീ മഞ്ജുഷെ പത്രസമ്മേളനം നടത്തിയത്. അവർ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ പത്രലേഖകരോട് പറയും, അതിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് മഞ്ജുഷ തന്നെ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് സ്വീകരിക്കുന്ന നിലപാട് വളരെ രസകരമാണ്. ഷാഫി ഉദ്ദേശിക്കാത്ത കാര്യം പോലും ചിലപ്പോൾ മഞ്ജുഷ പറയുന്നുണ്ട്, അത് ഉദ്ദേശിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് പോലീസ് സേനയിലെ പിരിച്ചുവിട്ടവരെ തിരിച്ചു കൊണ്ടുവന്ന് പറയാൻ വേണ്ടിയാണ് ഷാഫി പത്രസമ്മേളനം നടത്തിയെന്നാണ് ശ്രീ മഞ്ജുഷ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് അത് കാണാൻ വേണ്ടിയിട്ട്, അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വന്നതെന്നാണ് അവസാനം മഞ്ജുഷ് എത്തുന്ന ഒരു നിഗമനം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ 1-2 ചർച്ചകൾ ഇവിടെ പറഞ്ഞല്ലോ, ചില പാനലിസ്റ്റുകൾ നടത്തിയല്ലോ. ഈ ഷാഫി പറമ്പിലെന്തോ അവിടെ പോയി മൂക്ക് തട്ടി പൊട്ടി എന്നാണോ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചില്ലേ സേനാപതി, പിന്നെ വേണു, പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ്. ഈ ഷാഫി പറമ്പിൽ അവിടെ വന്നത് എന്തിനാണ്, അതും നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പോൾ അവിടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വിഷയമോ ആ ജില്ലയ്ക്കകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമോ ഒന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ UDF തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചത് അവിടെയുള്ള കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി, CPM നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി അവിടെ കയ്യേറ്റം ചെയ്തു. അന്ന് അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയാണുള്ള വിഷയം LDF. അത് നടത്തി, പിന്നീട് UDF നടത്തി. LDF പിരിഞ്ഞുപോയി, വളരെ വേഗം പിരിഞ്ഞുപോയി. ഇപ്പോൾ പറഞ്ഞല്ലോ മൂക്ക് തട്ടി പൊട്ടിയാന്ന്. എന്നിട്ട് 2 മണിക്കൂറോളം ഷാഫി പറമ്പിലിന് അവിടെ കാത്തു നിൽക്കുകയാണ് UDFകാർ അവിടെ ഈ സ്ഥലത്ത്. ഈ പോലീസ് വന്നതിന് ശേഷം, ഈ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുത്തിട്ടാണ് മുമ്പോട്ട് പോകണം എന്ന് നിർദ്ദേശിച്ചത്. അവിടെ അടിച്ചൊതുക്കാനും അല്ലെങ്കിൽ മർദ്ദിച്ചൊതുക്കാനാണ് ശ്രീ മഞ്ജുഷെ, അത് 2 മണിക്കൂർ മുമ്പേ ആവാമായിരുന്നല്ലോ. ഷാഫി പറമ്പിൽ വരുന്നവരെ കാത്തുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പോലീസിന്. തികഞ്ഞ സംയമനം അവർ പാലിച്ചതാണ്. പക്ഷേ അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ റിട്ട പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അയാൾ സർവീസിൽ എപ്പോൾ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ ധാരണ ഉണ്ടാവുമല്ലോ. പോലീസ് ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നിവരോട് ആവശ്യപ്പെട്ടു. അത് ലംഘിച്ചുകൊണ്ട് പിന്നെയും മുമ്പോട്ട് പോയി. ഈ ഷാഫി പറമ്പിലാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് തടഞ്ഞ്, അങ്ങോട്ട് പോകാൻ കഴിയില്ല, അത് സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അവിടെ ഉന്തുന്തള്ളും ഉണ്ടാകുന്നത്, അവിടെ സംഘർഷത്തിലേക്ക് പോകുന്നത്. അത് ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ബോധപൂർവമായി ഉണ്ടാക്കിയ വിഷയമാണ്. പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടും പൊളിയും വന്നാൽ റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നില്ല, നിങ്ങൾ എത്ര സമരത്തിന് മുമ്പിൽ നിന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് മർദ്ദനമേറ്റാൽ, കല്ലേറ് കൊണ്ടാൽ, അല്ലെങ്കിൽ തിരിച്ചു പോലീസ് ലാത്തി വീശിയാൽ, ആ ലാത്തി വീശിയ പോലീസുകാരനെതിരെ പരിക്കേറ്റ ഒരാൾ പരാതി കൊടുത്ത റിട്ട പോലീസ് ഓഫീസറെ നിങ്ങൾ കേസെടുക്കുമോ? നിങ്ങളെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യൽ? ഞങ്ങളെ UDF ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളെ UDF ഭരിച്ചിരുന്ന സമയത്ത് ഏറ്റവും ആയിക്കോട്ടെ, അങ്ങനെ കേസെടുക്കാൻ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ അതേ നേരം ഉണ്ടാവുള്ളൂ. പോലീസുകാർക്ക് നിയമം നടപ്പിലാക്കാൻ പിന്നെ എന്താ മാർഗം? റിട്ട പോലീസ് ഓഫീസറെ സംഘർഷം ഉണ്ടാക്കിയ സമയത്ത് അതിനെ പ്രകോപനം ഒന്നും വേറൊന്നും ചെയ്യാൻ പോലീസ് എല്ലാം റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതാണോ? നിങ്ങൾ ഇതാ പോലീസ് സേന എന്ന് പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് ക്രോസ് ചെയ്യാനുള്ളത് ഇല്ലാതിരുന്നതുകൊണ്ടല്ല. ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. കോൺഗ്രസ്സുകാരെക്കാട്ടേക്ക് കൂടുതൽ ആവേശം കാണിക്കല്ലേ? എന്നിട്ട് പോലീസുമായിട്ട് ഉന്തും തള്ളുണ്ടായി. അതിന്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പരിക്കോ മറ്റോ, ഇനി പോലീസ് അടിച്ചതാണെന്ന് ഇരിക്കട്ടെ, ഇനി അല്ലാന്നിരിക്കട്ടെ. ഇപ്പൊ മഞ്ജുഷ് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സംശയമുണ്ട്, ആ സംശയം ഇരിക്കട്ടെ എന്ന്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മികച്ച നടനാണ്. കോൺഗ്രസിനകത്തും മികച്ച നടനാണ്, പൊതുസമൂഹത്തിനകത്തും മികച്ച നടനാണ്. ഇത് ഞങ്ങൾക്ക് നല്ല ബോധ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് LDFകാർ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചവശനാക്കി എന്ന് കാർഡൂട്ട് കുത്തിരിക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുകയായിരുന്നു അന്ന്. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒറ്റ LDF പ്രവർത്തകർ പോലും പേരാമ്പ്ര ടൗണിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കർശനമായി പറഞ്ഞു എല്ലാവരും പിരിഞ്ഞുപോയത്.
പിന്നെ ഷാപ്പി പറമ്പിലും കോൺഗ്രസിനുള്ള ഏക മാർഗം എന്താ പറയുക? നിങ്ങൾ പോലീസായിട്ട് കച്ചറുണ്ടാക്കല. അങ്ങനെ കച്ചറുണ്ടാക്കി അടിയും വാങ്ങി അല്ലെങ്കിൽ പൊട്ട് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് തിരിച്ചുകൊണ്ട് എടുക്കണമെന്ന് പറയുക. കേസ് തിരിച്ചെടുക്കാൻ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ റിട്ട പോലീസ് ഓഫീസർ ഇയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോന്ന്? ഇയാളുടെ അടുത്ത് പോയി DYSP ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ഷാപ്പി പറമ്പിലിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ആളെയല്ലേ കിട്ടേണ്ടത്? അടിച്ച ആളെയല്ലേ കിട്ടേണ്ടത്? അടിച്ച ആളെ കിട്ടണ്ടേ? പരാതി വേണ്ടേ? നിങ്ങൾ പരാതി കൊടുക്കണ്ടേ? ഷാപ്പി പറമ്പിൽ എന്താ മൊഴി കൊടുക്കാത്തെ? പരാതിക്ക് പോയ സമയത്ത് ധിക്കാരപൂർവ്വം അവരെ തിരിച്ചയച്ചതാണ്. ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം എന്നാൽ ഷാപ്പി പറമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പിരിഞ്ഞു പോയതാണ്. പിന്നെ പോലീസ് ഞങ്ങൾ എന്ത് ആവശ്യമുണ്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാ എൻ്റെ മൊഴിയെടുത്തില്ല. എന്നിട്ടാണ് ഞങ്ങൾ ആളെ കണ്ടെത്തണമെന്ന് നിങ്ങൾ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളാണ് മർദ്ദിച്ചതെന്ന് പറയുന്നത്? റിട്ട പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ മഞ്ജുഷായാലും എല്ലാം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഷാപ്പി പറമ്പിൽ പറയുന്നത് കോൺഗ്രസ്സുകാർ പറയുന്നത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞ പേരെവിടെയെന്ന് അത് നിങ്ങൾ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തല്ലോ. ഇവിടെ അഭിലാഷ് ഡേവിഡ് എങ്ങനെ പോലീസ് സേനയിൽ തിരിച്ചെത്തി എന്നുള്ള കാര്യത്തിൽ താങ്കൾ ഒന്നും പറയുന്നില്ല. അല്ലല്ല ആ ചർച്ച വരട്ടെ. ഈ അഭിലാഷ് ഡേവിഡ് എങ്ങനെ പിരിച്ചുവിടപ്പെട്ടയാളെ എങ്ങനെ പെട്ടെന്ന് വടകരയിൽ പൊങ്ങി എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഇതുവരെ അല്ലല്ല വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിലൊരു ട്രാക്ക് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ആര് തന്നില്ല എന്നുള്ളതും ഞാനതൊരു വിഷയമാക്കി എടുക്കുന്നതേയില്ല. അതിൽ രാഷ്ട്രീയവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ താങ്കൾക്ക് അതിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ 144 പേരിൽ അഭിലാഷ് ഡേവിഡ് ഉണ്ടായിരുന്നോ? അഭിലാഷ് ഡേവിഡ് എങ്ങനെ സേനയിലേക്ക് തിരിച്ചെത്തി? ഈ പോലീസ് അപ്പോൾ കള്ളം പറഞ്ഞതാണോ? അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അന്ന് കള്ളം പറഞ്ഞതാണോ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡിനെ പുറത്താക്കിയെന്ന്? അത് പറഞ്ഞുകൊണ്ട് മേനി നടിച്ചുവല്ലോ. പോലീസിൽ കളങ്കിതം ഉണ്ടാവുകയില്ല എന്ന് എത്രയോ ചർച്ചകൾ നടന്നു ശ്രീ ലിജീഷ്. അല്ല, അഭിലാഷ് ഡേവിഡിനെ പോലെയുള്ളവരെ പുറത്താക്കി കഴിഞ്ഞ് എത്രയോ മേനി നടിച്ചു ശ്രീ ലിജീഷ്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ കൃത്യമായി നിങ്ങളെ ചാനലിൽ ഇരുന്ന് പറയുന്നു, ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. അത് സസ്പെൻഷനാണ് ചെയ്തത്. സസ്പെൻഷന് ശേഷം 22 മാസങ്ങൾക്ക് ശേഷം അയാൾ സർവീസിൽ തിരിച്ചു വന്നു. അതിനുശേഷമാണ് വടകരയിൽ ചുമതല ഏറ്റെടുത്തത്. പേരാമ്പ്ര ഇഷ്യൂവിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അതൊക്കെ റിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. ശ്രീ ജോർജ് ജോസഫിനെ ആവർത്തിച്ച് ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് ശ്രീ ജോർജ് ജോസഫ് മറുപടി